സുഷിൻ ഷ്യാമിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് മലയാള സിനിമയുടെ സീൻ മഞ്ഞുമൽ ബോയ്സ് മാറ്റും എന്നുള്ളത് ഈ ചിത്രത്തിന് വളരെയധികം ഹൈപ്പ് കൊടുക്കുകയുണ്ടായി. മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ സർവൈവൽ ത്രില്ലറായ മാളൂട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വളരെ മികച്ച ഒരു സർവൈവൽ ത്രില്ലർ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് വേണം പറയാനായിട്ട്. തുടങ്ങുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ട് ഒരു വൈബ് ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങുന്ന ഒരു സിനിമ സെക്കൻഡ് ഹാഫിൽ സർവൈവൽ ത്രില്ലർ തന്നെയായിട്ട് മാറുകയാണ്. ഇത് സംഭവിച്ചൊരു ഇൻസിഡന്റ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ ഇത് കാണുമ്പോൾ നമ്മൾ വളരെയധികം ഇമോഷണലി കണക്ട് ആവുന്നുണ്ടെന്ന് വേണം പറയാനായിട്ട്. അനേമൻ എന്ന് പറയുന്ന ഒരു കോമഡി ഫിലിമിന് ശേഷം വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറിൽ ചിദംബരം ഡയറക്ട് ചെയ്ത ഈ സിനിമ നമുക്ക് വളരെ മികച്ചൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെ നൽകുന്നുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഷൈജു ഖാലിദിന്റെ സിനിമറ്റോഗ്രഫി, ആ വിഷ്വൽ ഫ്രെയിംസ് ഒക്കെ വളരെയധികം മനോഹരമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അജയന്റെ ആർട്ട് വർക്കും 3 ഡയറക്ടേഴ്സ് അഭിനയിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. സൗബിൻ കൂടാതെ നമ്മുടെ ഖാലിദ് റഹ്മാൻ തല്ലുമാലയിലൊക്കെ ഡയറക്ടർ, പിന്നെ ജീൻ പോൾ ലാല്, ഇവരെല്ലാവരും ഇവരുടെ റോള് നന്നായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ശ്രീനാഥ് ബാസി, അതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ റോളുകൾ നന്നായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നല്ലൊരു സർവൈവൽ ത്രില്ലർ എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ.